ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൊറിയർ ട്രാൻസ്ഫോമിനെ ബേസ് ചെയ്തിട്ട് രണ്ട് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കിയ ഫൊറിയർ ഇൻ്റഗ്രലിൻ്റെ എക്സ്പോണൻറ്റ് വെച്ചിട്ടുള്ള ഒരു കമ്പാക്റ്റ് വെർഷനാണ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സോ ഇവിടെ എ ബി ഇൻ്റർവെല്ലിലുള്ളൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ നമുക്ക് കേണൽ എസ് എച്ച് വെച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഇക്വേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എഫ് ഡാഷ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് കേണൽ എസ് എക്സ് ഡി എക്സ്. ഇവിടെ കേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ് എക്സ് ഉള്ള ഒരു നോൺ ഫംഗ്ഷനാണ്. ഇവിടെ കേണലിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി നമ്മൾ ഇക്വേഷനിൽ പഠിക്കുന്നുണ്ട്. സോ അതൊരു നോൺ ഫംഗ്ഷനാണ്. ആൻഡ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീറ്റർ ആണ്. ആൻഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻവേഴ്സ് ഓഫ് എഫ് ഡാഷ് ഓഫ് എസ് ആണ്. നമ്മൾ എഫ് ഡാഷ് ഓഫ് എസ് അതാണ് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ. ആ ആൻസറിൻ്റെ ഇൻവേഴ്സ് ആണ് എഫ് ഓഫ് എക്സ്. അതായത് ആ ആൻസറിനെ ഇൻവേഴ്സ് ചെയ്താൽ നമുക്ക് തിരിച്ച് എഫ് ഓഫ് എക്സ് നമ്മുടെ പഴയ ഫംഗ്ഷൻ നമുക്ക് തിരിച്ച് കിട്ടും. ആൻഡ് ഇവിടെ ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി, എ ബി ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്ഫോം ഫൈനൈറ്റ് ആണെന്ന് പറയും. ആൻഡ് ഇഫ് എ ബി ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് ആ ഫൊറിയർ ട്രാൻസ്ഫോമിനെ ഇൻഫൈനൈറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയും. സോ ഇവിടെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഇൻഫൈനൈറ്റ് കേസാണ്. സോ ഇൻഫൈനൈറ്റ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻസ് എല്ലാം നമുക്കൊന്ന് നോക്കാം. സോ ഇൻഫൈനൈറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ ഇൻഫൈനൈറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് അല്ലെങ്കിൽ നമുക്ക് എഫ് ഡാഷ് ഓഫ് എസ് എന്ന് എഴുതാം. സോ ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് എഴുതി ഈസ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ ഫ്രം നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇവിടെ ഇൻഫൈനൈറ്റ് ട്രാൻസ്ഫോം. സോ നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു എസ് എക്സ് ഡി എക്സ്. സോ ഇവിടെ എ നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ്, ബി ഇൻഫിനിറ്റി ആണ്, ആൻഡ് എഫ് ഓഫ് എക്സ് അതേപടി റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് ഇവിടെ കേണൽ 1/√2π ഇ റേസ് ടു എസ് എക്സ്, ഈ എൻ്റയർ പോർഷനാണ് നമ്മുടെ കേണൽ. ആൻഡ് ഇതിനെ നമുക്ക് നേരത്തെ നമ്മൾ എഴുതിയ ഇൻവേഴ്സ് എഫ് ഓഫ് എക്സ് അതിനെ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം. സോ നമുക്കിപ്പോൾ എഫ് ഡാഷ് ഓഫ് എസ് ഉണ്ട്. എഫ് ഡാഷ് ഓഫ് എസ് നമുക്ക് കയ്യിലിരിക്കുക. നമുക്ക് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിനെ ഇൻവേഴ്സ് ചെയ്യണം. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം, അതായത് നമ്മുടെ ഫംഗ്ഷൻ, നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻവേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എഫ് ഓഫ് എക്സ് തിരിച്ചെടുക്കാൻ വേണ്ടി. സോ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കിട്ടിയ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. സോ 1/√2π ഇൻ്റഗ്രൽ ഫ്രം നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇ റേസ് ടു -i എസ് എക്സ് ഡി എക്സ്. ഇത് സെയിം ഇക്വേഷൻ തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം ആണ്. ഇവിടെ -i എസ് ഓഫ് എക്സ് മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. പിന്നെ ഫംഗ്ഷൻ എസിൻ്റെ ടേംസിലായി, സോ ഡി എസ് ആയി. സോ ഇതാണ് ഇൻവേഴ്സ്. ചില സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൺ അല്ലെങ്കിൽ ഓഡ് വരുന്ന കേസസ് ഉണ്ട്. ആ കേസസിൽ നമ്മുടെ ഫംഗ്ഷൻ എക്സ്പോണൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചില ടേംസൊക്കെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇക്വേഷനിൽ നല്ല ചേഞ്ച് ഉണ്ടാവും. സോ ആ ചേഞ്ച് ആകുന്ന ഇക്വേഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മൾ ഇ റേസ് ടു ഐ എസ് എക്സിനെ നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ റൂളേഴ്സ് ഫോമുല ബേസ് ചെയ്തിട്ട് ഇ റേസ് ടു ഐ എസ് എക്സിനെ നമ്മൾ കോസ് ഓഫ് എസ് എക്സ് പ്ലസ് ഐ സൈൻ ഓഫ് എസ് എക്സ് എന്ന് ചെയ്തു. സോ നമ്മുടെ ഫംഗ്ഷൻ ഓട് വരുന്ന കേസിൽ നമ്മുടെ ഇൻഫിനിറ്റ് ട്രാൻസ്ഫോം ചേഞ്ച് ആവും. സോ നമുക്ക് ഇ റേസ് ടു ഐ എസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ഫംഗ്ഷൻ കോസ് ഓഫ് എസ് എക്സിൻ്റെ കൂടെ മൾട്ടിപ്പിൾ ആവും, സൈൻ ഓഫ് എസ് എക്സിൻ്റെ കൂടെ മൾട്ടിപ്പിൾ ആവും. ഇവിടെ ഐ വരും. ആൻഡ് ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഓടാണ്, കോസ് ഓഫ് എസ് എക്സ് ഈവൺ ആണ്. ഈവൺ ഇൻറ്റു ഓഡ് തന്നെയാണ്. സോ ഇത് എൻ്റയർലി 0 ആയി പോകും. ആൻഡ് ഇവിടെ ഫംഗ്ഷൻ ഓടാണ് ആൻഡ് സൈൻ ഓഫ് എസ് എക്സും ഓടാണ്. സോ ഓഡ് ഇൻറ്റു ഓഡ് ഈവൺ കിട്ടും. സോ ഇത് 2 ടൈംസ് ആവും. 0 to ഇൻഫിനിറ്റി 2 ടൈംസ് വരും. സോ നമുക്ക് ഇക്വേഷൻ 2/√2π ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ എസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 2π ക്യാൻസൽ ആക്കാം. സോ മുകളിലൊരു 2π വരും. സോ നമുക്ക് ഫൈനലി √2π എന്ന് കിട്ടും. സോ ഇതാണ് നമ്മൾ ഇൻഫിനിറ്റ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിൽ അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ഇവിടെ നമുക്ക് ഐൻ്റെ ടേം അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. സോ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ നമ്മുടെ ഓഡ് ഫംഗ്ഷൻ വരുന്ന കേസിൽ നമ്മുടെ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയിട്ടാണ് നമ്മൾ ഇൻഫിനിറ്റ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് നമ്മൾ തിരിച്ച് നമ്മുടെ എഫ് ഓഫ് എക്സ് ഫംഗ്ഷനിലോട്ട് ആക്കാൻ വേണ്ടി നമ്മൾ ഇൻവേഴ്സ് യൂസ് ചെയ്യും. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. സോ ഇതാണ് ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ സെയിം ഇക്വേഷൻ തന്നെയാണ്, ബട്ട് ഇവിടെ നമ്മൾ നേരത്തെ കിട്ടിയ ആൻസർ ഇവിടെ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യും. സോ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് വരും. സോ അത് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനലി തിരിച്ച് നമ്മുടെ എഫ് ഓഫ് എക്സ് തിരിച്ച് കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഫംഗ്ഷൻ ഈവൺ വരുന്ന കേസിൽ നമ്മൾ അതിനെ ഇൻഫിനിറ്റ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ അതെങ്ങനെ വരുന്നത് നോക്കാം. സോ ഇവിടെ നമ്മൾ നേരത്തെ ഫംഗ്ഷൻ ഓഡ് വരുന്ന കേസ് പോലെ ഇവിടെ ഫംഗ്ഷൻ ഈവൺ ആണ്.
അപ്പോൾ ഈവൻ വരുന്ന കേസിൽ നമ്മുടെ ഫോറിയർ ഇൻഫിനിറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ചേഞ്ച് ആവും. e⁻⁷ സ്ഥലത്ത് നമ്മൾ റീപ്ലേസ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ കോസും സൈനും അപ്ലൈ ചെയ്യുക. സോ ഫംഗ്ഷൻ ഇവിടെ ഈവൺ ആണ് ആൻഡ് കോസ് ഈവൺ തന്നെയാണ്. സോ നമുക്ക് ഈവൺ ഇൻറ്റു ഈവൺ തന്നെ കിട്ടുന്നത്. സോ ഇത് നമ്മൾ 2 ടൈംസ് റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ഇവിടെ ഫംഗ്ഷൻ ഈവൺ ആണ് ആൻഡ് സൈന് ഓഡാണ്. അപ്പോൾ ഈവൺ ഇൻറ്റു ഓഡാണ്. സോ ഇത് എൻ്റയർലി 0 ആയി പോകും. സോ ഇവിടെ നമുക്ക് ഈ ഒരു ടൈം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 2 ടൈംസ് ഇൻറ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി ഈ ഒരു ടൈം. ആൻഡ് ഇവിടെ നമുക്ക് നേരത്തെ ഇതുപോലെ തന്നെ 2 ക്യാൻസൽ ചെയ്യാം, √2 ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് √2/π എന്ന് കിട്ടും. സോ നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷനാണ് നമ്മുടെ കൊസൈൻ ട്രാൻസ്ഫോം, ഇൻഫിനിറ്റ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. അത് നമ്മൾ ക്യാപിറ്റൽ f(c) ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് നമുക്ക് ക്യാപിറ്റൽ f(c)നെ തിരിച്ച് നമുക്ക് f(x) ആക്കാനുള്ള ഇക്വേഷനാണ് ഇൻവേഴ്സ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. അത് നമ്മൾ നേരത്തെ കണ്ട സെയിം ഇക്വേഷൻ തന്നെ, ബട്ട് ഇവിടെ f(x)ന് പകരം ക്യാപിറ്റൽ f(c) ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ഫംഗ്ഷൻ എസ് ആണ്. സോ നമ്മൾ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എസ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ നമുക്കിനി പ്രോബ്ലത്തിലോട്ട് കിടക്കാം. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഫൈൻഡ് ദി ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് e⁻⁻⁻⁴ of x. Hence evaluate integral from 0 to infinity x sin of mx by 1 plus x square dx. സോ നമ്മൾ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യുക. ക്യാപിറ്റൽ f(s) ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് 0 to ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ ലിമിറ്റ് വരുന്നത്. സോ f(x) e⁻⁻x ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. കാരണം എന്താ, നമ്മുടെ മോഡുലസ് എക്സിൻ്റെ മോഡുലസ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ, 0 to ഇൻഫിനിറ്റി വരെ നമ്മുടെ വാല്യൂസ് എടുക്കുന്നത് അത് ഓൾവേസ് പോസിറ്റീവാണ്. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവാണ്. സോ മോഡുലസിൻ്റെ അവിടെ നമ്മൾ എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. സോ നമ്മൾ ഈ ഒരു ടേം നമ്മുടെ ഫംഗ്ഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. സോ നമുക്ക് ക്യാപിറ്റൽ f(s) ഈസ് ഈക്വൽ ടു √2/π ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി e⁻⁻x sin of sx dx എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. പ്രീവിയസ്ലി നമ്മൾ e⁻x ഫോർമാറ്റിലുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ജനറൽ ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോർമാറ്റിലാണ് ഈ കിടക്കുന്നത്. സോ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് റീഫ്രഷ് ചെയ്യാം. സോ ഇതാണ് ആ ഇക്വേഷൻ. ഇൻ്റഗ്രൽ ഓഫ് e⁻⁴ sin of bx അല്ലെങ്കിൽ e⁻⁴ cos of bx. ഇങ്ങനത്തെ ടേംസ് ഇൻ്റഗ്രലിൽ വരുന്ന കേസിൽ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. സോ ഇവിടെ നമുക്ക് സൈൻ വരുന്ന കേസിൽ ഈ ഇക്വേഷനും കോസ് വരുന്ന കേസിൽ ഈ ഇക്വേഷനും നമുക്ക് അപ്ലൈ ചെയ്യാം. സോ നമ്മളിപ്പോൾ കണ്ട ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷനകത്ത് a എന്ന് പറയുമ്പോൾ -1 ആണ്, b എന്ന് പറയുന്ന s ആണ്. സോ അതുമായിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് e⁻⁻x 1/s² മൈനസ് സൈൻ ഓഫ് sx മൈനസ് എസ് കോസ് ഓഫ് എക്സ് ഫ്രം 0 to ഇൻഫിനിറ്റി ആയിട്ട് കിട്ടും. സോ ഇവിടെ നമ്മൾ ഇൻഫിനിറ്റി 0 ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ അത് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നോക്കി വെക്കുക. സൈൻ ഓഫ് nπ = 0 ആണ്, കോസ് ഓഫ് nπ = -1/n ആണ്. സോ ഇവിടെ നമ്മൾ ഇൻഫിനിറ്റി 0 ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ e⁻⁻∞ സൈൻ ഓഫ് ഇൻഫിനിറ്റി കോസ് ഓഫ് ഇൻഫിനിറ്റി കിട്ടും. ആൻഡ് 0 അപ്ലൈ ചെയ്യുമ്പോൾ e⁻0 സൈൻ ഓഫ് 0 കോസ് ഓഫ് 0 കിട്ടും. ഇവിടെ e⁻⁻∞ എന്ന് പറഞ്ഞാൽ 1/e⁻∞ ആണ്. ഇവിടെ 1/ ഒരു വലിയ ടേം e⁻∞ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടേം വരുമ്പോൾ നമുക്ക് ആൻസർ ഒരു നെഗ്ലിജിബിൾ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. സോ നമുക്ക് ഇവിടെ 0 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ 0 × എന്ത് ടൈം വന്നാലും 0 ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ആൻഡ് e⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ആൻഡ് സൈൻ ഓഫ് 0 ആണ്, കോസ് ഓഫ് 0 -1/0 ആണ്. സോ ഇത് നമ്മൾ ഇനി വീണ്ടും സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് √2/π പുറത്തുണ്ട്. ആൻഡ് ഇവിടെ -1/0 1 ആണ്. ആൻഡ് ഇവിടുത്തെ എസിൻ്റെ മൈനസും പുറത്തുള്ള മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. സോ s/1 + s². ഇവിടെ ഡിനോമിനേറ്റർ 1 + s² ഉണ്ട്. സോ നമുക്ക് ഫൈനലി ഇൻഫിനിറ്റ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കിട്ടി. ഇനി നമ്മൾ ക്വസ്റ്റിന് തന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റിനിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞ ഇക്വേഷനിലോട്ട് നമ്മൾ എത്തിക്കണം. സോ ഇപ്പോൾ നമ്മൾ കറൻറ്റ്ലി എത്തിയിട്ടില്ല. സോ നമുക്ക് ഇൻവേഴ്സ് എടുത്ത് നോക്കാം. സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് എടുത്തിട്ട് നമുക്ക് അവിടോട്ട് എത്തിക്കാൻ പറ്റുമോ നോക്കാം. സോ നമ്മൾ നേരത്തെ കണ്ട് ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇൻവേഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മളിപ്പോൾ കിട്ടിയ ആൻസർ ക്യാപിറ്റൽ f(s)ൻ്റെ സ്ഥലത്ത് റീപ്ലേസ് ചെയ്യാം. സോ നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞ ഇക്വേഷനിലോട്ട് എത്തിക്കാൻ പറ്റും നോക്കാം. സോ പുറത്തെ √2/πയും അകത്തെ √2/πയും ചേർന്ന് നമുക്ക് 2/π എന്ന് കിട്ടും. ആൻഡ് f(x) നമ്മൾ റീപ്ലേസ് ചെയ്യാം. സോ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ e⁻⁻x = 2/π ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി s സൈൻ ഓഫ് sx by 1 + s² dx എന്ന് കിട്ടും. സോ ഇത് നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ഇക്വേഷൻ ഇരിക്കുന്നത്. ബട്ട് ആ ടേംസ് ഒന്ന് ചേഞ്ച് ആയിട്ടുള്ളൂ. നമുക്ക് ഇക്വേഷനിൽ എസ്സിന് പകരം എക്സും ആൻഡ് എക്സിന് പകരം എമ്മും ആണ് കിടക്കുന്നത്. സോ അതൊന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യുക. നമ്മൾ എസ്സിന് എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക, എക്സിന് എം ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ അത് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇവിടെ നമുക്ക് ഈ ഒരു ടേം മാത്രം റൈറ്റ് സൈഡിൽ വെക്കുക, ബാക്കിയെല്ലാം ലെഫ്റ്റിലോട്ട് എടുക്കുക. സോ നമുക്ക് ഫൈനലി ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞ ഇക്വേഷൻ = π/2 e⁻⁻m എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കൊസൈൻ ട്രാൻസ്ഫോം ഒരുമിച്ച് വരുന്ന ഒരു പ്രോബ്ലം കൂടെ നോക്കാം. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം.
ഫൈൻഡ് ദി ഫോറിയർ സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 to a വരുമ്പോൾ 1ഉം എക്സ് ഗ്രേറ്റർ ദാൻ എ വരുമ്പോൾ 0യും. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യാം. സോ നമ്മൾ ആദ്യം സൈൻ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ അവിടെ നമ്മൾ എഫ് ഓഫ് എക്സ്, ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് റീപ്ലേസ് ചെയ്യുക. എഫ് ഓഫ് എക്സ് നമുക്ക് 0 to a വരെ 1 ആണ് ആൻഡ് ഗ്രേറ്റർ ദാൻ എ വരുമ്പോൾ 0 ആണ്. സോ നമുക്ക് 0 to a വരെ 1 ആയിട്ട് റീപ്ലേസ് ചെയ്യാം ആൻഡ് a to ഇൻഫിനിറ്റിനെ 0 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ ഈ ഒരു ടേം എൻ്റയർലി ക്യാൻസൽ ആയി പോകും. സോ നമ്മൾ ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഓഫ് എക്സ് എക്സ് ചെയ്യുക. സൈനിൻ്റെ ഇൻ്റഗ്രൽ നെഗറ്റീവ് ഓഫ് കോസ് എസ് എക്സ് ബൈ കോൺസ്റ്റൻറ്റ് ഇവിടെ എസ് ആണ്. സോ ഡിനോമിനേറ്ററിൽ എസ് ഫ്രം 0 to a ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മൈനസും എസ്സും പുറത്തോട്ട് എടുക്കുക, അത് കോൺസ്റ്റൻ്റ് ആണല്ലോ. സോ -1/s ആൻഡ് എ അപ്ലൈ ചെയ്യുമ്പോൾ കോസ് ഓഫ് എ എസ് മൈനസ് 0 അപ്ലൈ ചെയ്യുമ്പോൾ കോസ് ഓഫ് 0 -1/0 ആണ്. സോ നമുക്ക് ഫൈനലി ഫോറിയർ സൈൻ ട്രാൻസ്ഫോം √2 1 - cos of ax by s എന്ന് കിട്ടും. ആൻഡ് നമുക്ക് നെക്സ്റ്റ് കൊസൈൻ ട്രാൻസ്ഫോം സോൾവ് ചെയ്യണം. കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് നേരത്തെ റീപ്ലേസ് പോലെ തന്നെ 0 to a വരെ 1ഉം a to ഇൻഫിനിറ്റി വരെ 0യും റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇത് എൻ്റയർലി 0 ആയി പോകും. ആൻഡ് നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ കോസ് ഓഫ് എസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഓഫ് എസ് എക്സ് ബൈ എസ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഡിനോമിനേറ്ററിൽ എസ് ഫ്രം 0 to a. ഇവിടെ കോൺസ്റ്റൻറ്റ് 1/s പുറത്തോട്ട് എടുക്കും. സോ 1/s പുറത്തു വന്നു. എ അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഓഫ് എ എസ്സും 0 അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഓഫ് 0 ആണ്. ആൻഡ് ഇത് നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം നമുക്ക് √2 സൈൻ എ എസ് ബൈ എസ് എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ ഫോറിയർ സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോം സോൾവ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. താങ്ക് യു.